ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് റോബസ്റ്റ് കൊണ്ടുള്ളൊരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിനായി ഞാൻ 2 റോബസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റോബസ്റ്റ് ഞാനൊന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ഓട്സ് ആണ് കേട്ടോ. ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കുക. റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ കോക്കർ ഓട്സ് ആണ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു എമൗണ്ട് അളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായി വേണ്ടതെന്ന് പറയുന്നത് ആൽമണ്ട് ആണ് കേട്ടോ. ആൽമണ്ട് ഒരു 3 4 മതി കേട്ടോ. കുതിർത്തതാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. കുതിർക്കാത്തതാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കാരക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി എടുക്കുന്നതുകൊണ്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ഇത് കഴിക്കുക. ഹെൽത്തി ആയിരിക്കും. ഒട്ടും ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നില്ല കേട്ടോ. അന്നത്തെ ദിവസം നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് പാൽ, കൊഴുപ്പ് കുറഞ്ഞ പാൽ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ കയ്യിലുള്ളത് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ലൂസിലടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊരു കട്ടി വേണം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഇതിലേക്കൊരല്പം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കും. ഇത്രമാത്രം വെള്ളം മതി കേട്ടോ. അപ്പോൾ തിക്നെസ്സിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നിങ്ങളുടെ കയ്യിൽ വാൾനട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. അതുപോലെ ചിയാ സീഡാണ്, തലേ ദിവസം കുതിർത്തിട്ടതാണ്. അപ്പോൾ ഇതുകൂടി ഞാനിതിലേക്കൊന്ന് ജസ്റ്റ് അരിച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിയാ സീഡൊക്കെ ശരീരത്തിന് നല്ല തണുപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ജാറിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായി ഒന്ന് അടങ്ങിയോട്ടെ. പ്രത്യേകിച്ച് ബദാമൊക്കെ ഞാൻ കട്ട് ചെയ്യാണ്ട് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കാരക്കയൊക്കെ ഇപ്പോൾ നന്നായി ഒന്ന് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നന്നായി അടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് കാരക്കൻ്റെ ആ ഒരു അംശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. ഇത് കുടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു ഹെൽത്തി ഫീലിംഗും ഉണ്ടാവും. മാത്രമല്ല നല്ലൊരു പ്രോട്ടീൻ റിച്ചുമാണ്. വെയിറ്റ് ലോസിനൊക്കെ ഏറ്റവും ബെറ്റർ കേട്ടോ. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം നല്ലൊരു ഉന്മേഷം ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ തണുപ്പിലൊക്കെ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ദിവസം ഇത് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ.